ഏവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നാണെച്ചെങ്കിൽ ധ്യാനുട്ടന് ക്ലാസ് ഉള്ള ദിവസമാണ്. അവൻ ഇന്ന് പോയിട്ടില്ല കേട്ടോ, അവന് പനിയായതുകൊണ്ട്. അപ്പോൾ നല്ല പനിയുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് തല പൊളിച്ചലും ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞയച്ചില്ല. അപ്പോൾ കാലത്ത് ഞാനിന്ന് കഞ്ഞി കേട്ടോ കൊടുക്കണവന്. കഞ്ഞി പപ്പടം കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടി കഞ്ഞി കുടിക്കാൻ ഇരുന്ന സമയത്താണ് കേട്ടോ കാക്ക വന്ന് ബൈക്കമ്മ ഇരുന്നത്. അപ്പോൾ ഒരു പപ്പട കഷ്ണം കുട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കുറേ കാക്കകൾ വന്നു കേട്ടോ. പിന്നെ വരുന്ന കാക്കകൾക്ക് അവൻ പപ്പടം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കയ്യിലെ പപ്പടം തീർന്നു പോയിട്ടോ. അപ്പോൾ അതിനായിരുന്നു കേട്ടോ പിന്നെ കരച്ചിൽ. പിന്നെ ഒരു പുതിയ പപ്പടം കൊടുത്തപ്പോഴാട്ടോ കുട്ടിയുടെ കരച്ചിലൊക്കെ മാറിയത്. ഒരു കഷ്ണം പപ്പടം ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ കാക്കക്കൂട്ടം പോലെ ആയിരുന്നു കേട്ടോ. നിറച്ചും കാക്കകളായിരുന്നു കേട്ടോ മുറ്റത്തും പിന്നെ തെങ്ങിൻ്റെ മേലെ ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മീൻകാരൻ്റെ വിളി കേട്ടത്. അപ്പോൾ അമ്മ മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ധ്യാനുട്ടനും പിന്നാലെ ചെല്ലുന്നുണ്ട്. മീൻ വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ ധ്യാനുട്ടൻ്റെ പിന്നാലെ ഞാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പുഴമീനാട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ചെമ്മീനായിരുന്നു കേട്ടോ, ഫ്രഷ് ചെമ്മീനാട്ടോ. അപ്പോൾ 2 തരം ചെമ്മീൻ ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് വലുതും പിന്നെ നല്ല ചെറുതും ഇട്ടാൽ. നല്ല ചെറുത് വാങ്ങിയില്ല, അത് പിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് വലുതാട്ടോ വാങ്ങിയത്. പിന്നെ ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടും ഇന്നലത്തെ താറാവ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താറാവ് കറിയൊക്കെ എടുത്ത് ചൂടാക്കി കേട്ടോ. പിന്നെ ഞാൻ പുട്ടും താറാവ് കറിയും കൂടിയിട്ട് കഴിച്ചു കേട്ടോ. എനിക്കാണെച്ചെങ്കിൽ തലേ ദിവസത്തെ ചിക്കൻ കറി അല്ലെങ്കിൽ താറാവ് കറി, മട്ടൻ കറി, അതിൻ്റെ കൂടെ പുട്ട് അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് ഗോതമ്പ് ദോശയും തലേ ദിവസത്തെ ചിക്കൻ കറി ആണെങ്കിൽ പറയും വേണ്ട, അത്രയും ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചത്തെ പണികൾ നോക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് സാമ്പാർ പിന്നെ പപ്പടം ചെമ്മീൻ റോസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡി ആവണ ഇടയിൽ ഞാൻ വന്നിട്ട് മിഷീനിൽ തുണിയിടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് വന്നപ്പോൾ വേഗം വന്നിട്ട് ഞാൻ മിഷീനിലൊക്കെ തുണികളിട്ടിട്ട് മെഷീൻ ഓണാക്കിയിട്ടോ. അതിന് ശേഷം ഞാൻ സാമ്പാർ കാച്ചാൻ നിന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ കാച്ചി ഉടനെ തന്നെ പിന്നെ പപ്പടം കാച്ചാനിരുന്നേ. അപ്പോൾ പപ്പടം പറഞ്ഞാൽ നമ്മുടെ മസാല പപ്പടം കേട്ടോ. നല്ല രസമാട്ടോ, കുരുമുളകും നല്ല ജീരകമൊക്കെ ഇട്ടിട്ടുള്ള പപ്പടം കേട്ടോ. അത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ ചോറിനലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ധ്യാനുട്ടനും കൂടിയിട്ട് ഏട്ടൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് പോയപ്പോഴാണ് കണ്ടത് കേട്ടോ കപ്പലണ്ടി വറക്കണ കണ്ടു കേട്ടോ. അപ്പോൾ ധ്യാനുട്ടന് കപ്പലണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ടോ. അവിടെ ഇറങ്ങിയപ്പോൾ നിറച്ചും പ്രാവുകൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ ധ്യാനുട്ട അതിനെ കണ്ടിട്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പ്രാവുകൾ ഇങ്ങനെ നടക്കണ കാണാൻ. അപ്പോൾ ഞാൻ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. അപ്പോൾ കപ്പലണ്ടി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടൻ വറുത്തിട്ടൊക്കെ തന്നു കേട്ടോ പെട്ടെന്ന്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഫാൻസി കടയിൽ നിന്ന് വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് കേട്ടോ അവന് ഇത് വേണമെന്ന് പറഞ്ഞിട്ടുള്ള വാശി. അപ്പം വാശി പിടിച്ചാൽ പിന്നെ അത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് വരാൻ കൂട്ടാക്കില്ല കേട്ടോ. പിന്നെ അതൊക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. പിന്നെ മഴക്കാറ് വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.